ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നലെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം പറഞ്ഞു ബിരിയാണി വേണം. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കിത്തരാം. പ്രവാസി ആയതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മസാല വളരെ കുറവായിട്ടാണ് ഈ ബിരിയാണി വെക്കുന്നത്. അതിൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് ഉപ്പിട്ട ശാസ്ത്രം പറയുന്നത് പെട്ടെന്ന് വാടി കിട്ടുന്ന കേട്ടോ. അങ്ങനെ നമ്മളൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ആ 3 തക്കാളി അങ്ങനെ കഷ്ടിച്ച് അങ്ങനെ ഇട്ടു. അങ്ങനെ വാട്ടിയതിന് ശേഷം നമ്മൾ മുളകും ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ കൂട്ടിയടിച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് ഇടാം. പിന്നെ അതിലേക്ക് ആവശ്യമായ തൈര് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാലോ, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ നമ്മളിത് യൂസ് ചെയ്തിട്ട് ഗരം മസാല ഗരം മസാല അങ്ങനെയുള്ള ബിരിയാണി മസാല എന്തും ചേർത്തിട്ടില്ല. ഈ പച്ച മസാല മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താ കറിയാണോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ നമ്മൾ കുക്കറിൽ നെയ്ച്ചോറാക്കിയിട്ടാണ് ഇതിലേക്ക് ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കറി ഉണ്ടല്ലോ അതൊക്കെ കോരി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചോറിൻ്റെ മുകളിലുണ്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കുറച്ച് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ കറി മാറി ആക്കി കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആക്കാറ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കുട്ടികളെ എന്താ പറയുക നോക്കാൻ പറ്റും. എങ്ങനെയുണ്ട് അസല്ല ഇത് തിന്ന് ഇവിടെ സൂപ്പർ കറി എങ്ങനെയുണ്ട് അസണ്ട കാക്കുമോ എങ്ങനെയുണ്ട്? സത്യത്തിൽ വെച്ച് വീഡിയോക്കല്ല മീഡിയം